കോറോ ഹെൽത്ത് എന്ന് പറയുന്ന കമ്പനി. അവിടെ 900ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ട വിഷയം നമുക്കറിയാം. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്നത് കണ്ട് സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മുഖ്യമന്ത്രി പറയുകയാണ്, ഒരു ഭാഗത്ത് ഇങ്ങനെ തൊഴിൽ നഷ്ടം വരുമ്പോൾ, പിരിച്ചുവിടലുകൾ ഉണ്ടാകുമ്പോൾ, മറുഭാഗത്ത് പുതിയ ജാലകങ്ങൾ തുറക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്നത്. ഈ പണി പോയ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ആശങ്കയും നമ്മുടെ സർക്കാരിനോ നമ്മുടെ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കോ ഇല്ല എന്നത് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. സ്വന്തം ജില്ലയിൽ ഇങ്ങനെ ഇത്രയധികം ജീവനക്കാരുടെ മനുഷ്യർ ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ തൊഴിലില്ലാത്തവരായി മാറുന്നതിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു വേദനയുമില്ലേ? എന്നെ അത്ഭുതപ്പെടുത്തുന്നു ആ നിലപാട്. എന്ത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ കൊണ്ട് എന്തു നേട്ടമാണ് ഉണ്ടാകുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഏതായാലും ഈ കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടൽ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഇതുവരെ ഫലം കണ്ടിട്ടില്ല. സംസ്ഥാന തൊഴിൽ മന്ത്രിയും കേന്ദ്ര തൊഴിൽ മന്ത്രിയും തമ്മിൽ നടത്തിയ ചർച്ച എങ്ങുമെത്തിയില്ല. ഈ മാസം 20-നാണ് കമ്പനി അധികൃതരുമായി അടുത്ത ഘട്ട ചർച്ച തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം മാസങ്ങളോളം ശമ്പളം നൽകാതെ ജീവനക്കാരെ കബളിപ്പിച്ച ടാൾ ഡ്രോപ്പ് കമ്പനി വിഷയത്തിൽ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നാളെ ചർച്ച നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. തിയോഫിനുണ്ട് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം. നോക്കാം എന്തൊക്കെയാണ് ഈ രണ്ട് കമ്പനിയിൽ, കോറോ ഹെൽത്തോ ഒപ്പം തന്നെ ടാൾ ഡ്രോപ്പ് നടക്കുന്നതെന്ന്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. തിയോഫിൻ, മുഖ്യമന്ത്രി കളം വിട്ടു കേട്ടോ. മുഖ്യമന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല ഈ കൂട്ടപ്പിരിച്ചുവിടലിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് നിങ്ങൾ എടുത്തതെന്ന് ആ കമ്പനിയോടൊന്ന് ചോദിക്കാൻ പോലും കേരളത്തിലെ UDF സർക്കാർ മെനക്കെടുന്നില്ല. ഇനിയിപ്പോൾ ചർച്ചകളൊക്കെ പ്രഹസനമാകുമെന്നത് ഉറപ്പാണ്. പക്ഷേ എങ്കിലും കേന്ദ്രമന്ത്രിയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തിയെന്നാണ് പറയുന്നത്. അതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ജീവനക്കാർ ഇപ്പോഴും സ്ഥാപനത്തിൽ വരുന്നുണ്ടോ? അവർ അവിടെ വന്ന് ഹാജർ രേഖപ്പെടുത്തുന്നുണ്ടോ? എന്താണ് അവസ്ഥ? മനു, ഗുഡ് മോർണിംഗ്. കോറോ ഹെൽത്ത് കമ്പനിയുടെ വിഷയത്തിലേക്ക് നമുക്ക് ആദ്യം വരാം. കോറോ ഹെൽത്ത് കമ്പനിയിലെ ഈ തൊഴിൽ വിഷം, അതായത് ഈ നിരവധി പേർക്ക് 826ഓളം പേർക്കാണ് ഇവിടെ തൊഴിൽ നഷ്ടപ്പെടുന്നത്. ഈ കൊച്ചിയിലും കോഴിക്കോടുമായി 2 ഓഫീസുകളിൽ. ഈ 2 ഓഫീസുകളും അടച്ചുപൂട്ടിയ നിലയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട യുവാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനി, പിന്നെ സർക്കാർ എന്ന് പറഞ്ഞു, യുവാക്കൾക്ക് വേണ്ടിയുള്ള മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ, ആ സർക്കാരിന് എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പരിഹാരവും കാണാൻ കഴിഞ്ഞിട്ടില്ല. വിഷയം എവിടെയും എത്തിയിട്ടില്ല. 2 ഘട്ട ചർച്ച ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്നു. ആദ്യഘട്ട ചർച്ചയിൽ കമ്പനിയുടെ പ്രതിനിധികൾ ആരും പങ്കെടുത്തില്ല. രണ്ടാമത് നടന്ന ചർച്ചയിൽ തൊഴിൽ മന്ത്രി കൂടി നേരിട്ട് പങ്കെടുത്തുകൊണ്ട് നടത്തിയ ചർച്ചയിൽ കമ്പനിയുടെ പ്രതിനിധികൾ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു. ലീഗൽ അഡ്വൈസർമാരെ മാത്രമാണ് ചർച്ചയ്ക്ക് നേരിട്ട് വിട്ടത്. ഈ ചർച്ചയിലും തീരുമാനമായിട്ടില്ല. തന്നെയുമല്ല, അന്ന് ഈ തൊഴിലാളികളും സർക്കാരും ഒക്കെ ആവശ്യപ്പെട്ടത് ഈ തൊഴിലാളികൾക്ക് ഇവർക്ക് വരാം, അതായത് ഇവിടുത്തെ ജീവനക്കാർക്ക് ഓഫീസിലേക്ക് വരാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഈ ജീവനക്കാരുടെ നിരവധി അവരുടെ ബിലോങ്ങിങ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അവരുടെ പല സാധനങ്ങളും, ഫയൽ, ബുക്കൊക്കെ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എടുക്കാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഒറ്റയടിക്ക് കമ്പനി അടച്ചുപൂട്ടുകയായിരുന്നു. അതായത് ഈ കമ്പനി പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിൽ മുകളിലുള്ള 4 നിലയിലാണ് ഈ കമ്പനി. ഏറ്റവും താഴത്തെ നിലയിൽ ഒരു റെഡിമെയ്ഡ് ഷോറൂമാണ്. ആ 2 നിലകളിൽ, ആ 2 നില കഴിഞ്ഞാൽ മറ്റ് നിലകളിലേക്കുള്ള പ്രവേശനം ഈ ബിൽഡിങ്ങിൻ്റെ തന്നെ പിറകുഭാഗത്തുള്ള ഒരു ലിഫ്റ്റ് വഴിയാണ്. ആ ലിഫ്റ്റിൻ്റെ ഭാഗത്തേക്കുള്ള എൻട്രി തന്നെ അടച്ചിരിക്കുകയാണ്. ചെടിച്ചട്ടികളൊക്കെ പറക്കി വെച്ച് ലിഫ്റ്റിൻ്റെ ഭാഗത്തുള്ള വാതിൽ പോലും തുറക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് കമ്പനി അധികൃതർ അവിടെ ഒരു അടച്ച്, അതായത് ലിഫ്റ്റിലേക്കുള്ള സർവീസ് പോലും പ്രൊവൈഡ് ചെയ്യാതെ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരെങ്കിലും ബന്ധപ്പെടണമെങ്കിൽ, കമ്പനിയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ മാത്രം ആ ലിഫ്റ്റിന് പുറത്തായി ഒരു ചെറിയൊരു റിസപ്ഷൻ കൗണ്ടർ പോലെ അവിടെ 1-2 സ്റ്റാഫുകളെ മാത്രം വെച്ചുകൊണ്ടുള്ളൊരു സംവിധാനം മാത്രമാണ്. അതുതന്നെ അവരുടെ ഫ്രാഞ്ചൈസിയാണ്, കമ്പനി നേരിട്ടുള്ള സ്റ്റാഫുകളല്ല. അത് മാത്രമാണ് കമ്പനി ചെയ്തിട്ടുള്ളത്. എന്തായാലും 2 ഘട്ട ചർച്ചയിൽ ഒരു തീരുമാനവുമായിട്ടില്ല. തിങ്കളാഴ്ച സംസ്ഥാന തൊഴിൽ മന്ത്രി ദില്ലിയിലെത്തി കേന്ദ്ര തൊഴിൽ മന്ത്രിയുമായി ചർച്ച നടത്തിയെന്നാണ് പറയുന്നത്. ഈ ചർച്ചയിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. സംസ്ഥാന തൊഴിൽ മന്ത്രി ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞത് 20-ാം തീയതി ഒരു ചർച്ച നടക്കാനിരിക്കുന്നു. 20-ാം തീയതിയുള്ള ചർച്ചയ്ക്ക് ശേഷം എന്താകും അതിൻ്റെ ഔട്ട്കം എന്നതനുസരിച്ചിട്ട് കേന്ദ്ര സർക്കാർ ഇടപെടാമെന്ന നിലയിലാണ് പറയുന്നതെന്നാണ്. എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചർച്ചകളൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന് ഈ കമ്പനിയിൽ സമ്മർദ്ദം ചെലുത്താനുള്ള അധികാരവും അവകാശവും ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആ രീതിയിൽ ഇടപെടാത്തത്? അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ തിയോഫിൻ? ചർച്ചകളും കാര്യങ്ങളും അവിടെ നിൽക്കട്ടെ. ഈ പ്രശ്നം ആ രീതിയിൽ പരിഹരിക്കാനുള്ള ബാധ്യതയില്ലേ സംസ്ഥാന സർക്കാരിന്? 900 മനുഷ്യരുടെ തൊഴിലാണ് പോയിരിക്കുന്നത്. അതൊരു മുൻകൂർ നോട്ടീസ് പോലും നൽകാതെ പിരിച്ചുവിടുക എന്ന് പറയുന്നത് തീർത്തും നിയമവിരുദ്ധമാണ്. അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയ കമ്പനിയെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് ഈ സർക്കാർ മടിക്കുന്നു? മനു, സ്വാഭാവികമായി തന്നെ, അതായത് ഈ തൊഴിൽ ലേബർ കോഡ് പുതിയത് വന്നിട്ടുണ്ടെങ്കിൽ പോലും 300-ലധികം ജീവനക്കാരെ പിരിച്ചുവിട്ട് ലേ ഓഫ് നടത്തുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് നിയമപരമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരവും അവകാശവുമുണ്ട്. തന്നെയുമല്ല, അങ്ങനെ ഒറ്റയടിക്ക് പിരിച്ചുവിടാൻ ഈ കമ്പനിക്ക് സാധ്യവുമല്ല.
അപ്പോൾ അത്തരം നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്ത ഒരു കമ്പനിയെ അവർക്കെതിരെ എന്ത് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ആവശ്യമായ നിർദ്ദേശം നൽകാനോ ഒന്നും സർക്കാർ തയ്യാറായിട്ടില്ല. ചർച്ചകൾ നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിലവിൽ ഈ ജീവനക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. പല ജീവനക്കാരും, പ്രത്യേകിച്ച് കൊച്ചിയിലുള്ള ജീവനക്കാരിൽ ഭൂരിഭാഗം പേരും മറ്റ് പല ജില്ലകളിൽ നിന്നുള്ളവരാണ്. ഇവരൊക്കെ ഇവിടെ ഹോസ്റ്റലിൽ ഓരോ മാസമുള്ള ഫീസ് കൊടുത്തും ഹോസ്റ്റലിലും അതല്ലാതെ ഷെയർ ചെയ്ത് വീടെടുത്തുമൊക്കെ താമസിക്കുന്നവരാണ്. ഇതിൽ പലരും നാടുകളിലേക്ക്, സ്വന്തം ജില്ലകളിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. വളരെ കുറച്ച് പേരാണ്, വിരലിലെണ്ണാവുന്ന ജീവനക്കാർ മാത്രമാണുള്ളത്. 10-ൽ താഴെ പേരാണ്, 10 പരമാവധി 15 പേര്, അത്രയും പേരാണ് ഇടയ്ക്ക് ഈ ഓഫീസിലേക്ക് വന്നു പോകുന്നത്. എന്തായാലും ലേബർ ഓഫീസിൽ നിന്നും വരുന്നവരുടെ ഹാജർ രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ലേബർ ഓഫീസിൽ നിന്ന് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ രാവിലെ ഇവിടെ എത്തും. ഈ കോറോ ഹെൽത്ത് കമ്പനിയുടെ, കാരണം അവർക്ക് ആ ഓഫീസർക്കും അകത്ത് കയറാനുള്ള സൗകര്യം അവർ നൽകുന്നില്ല. കമ്പനിയുടെ പുറത്ത് ലിഫ്റ്റിൻ്റെ വാതിലിനകത്തേക്ക് പോലും കിടക്കാൻ കഴിയില്ല. അതിന് പുറത്ത് അദ്ദേഹം കാത്തിരിക്കും. ജീവനക്കാർ ആരെങ്കിലും വരികയാണെങ്കിൽ, ശരാശരി ഒരു 10-ൽ താഴെ ആളുകളാണ് പലപ്പോഴും വരുന്നത്. അവർ വരുന്നു, അവരുടെ ഹാജർ ഇദ്ദേഹം ഫയലിൽ ഒപ്പിട്ട് രേഖപ്പെടുത്തി കൊണ്ടുപോവുകയാണ് പതിവ്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ കുറച്ച് വിരലെണ്ണാവുന്ന ജീവനക്കാർ മാത്രമാണ് ഇപ്പോഴുള്ളത്. ആ ജീവനക്കാർ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞതാണ്, ഭൂരിഭാഗം പേരും പോയി കഴിഞ്ഞ് അവർക്കിവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം വലിയ ഹോസ്റ്റൽ ഫീസ് കൊടുത്ത് ഇവിടെ നിൽക്കുകയും ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുകയും വേണം. അപ്പോൾ ആ ചെലവ് കൂടി താങ്ങാൻ കഴിയാത്തതിനാലാണ് അവർ മടങ്ങിയിരിക്കുന്നത്. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ടാൽഡ്രോപ്പിലെ കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. ടാൽഡ്രോപ്പിൽ എന്താണ് അവസ്ഥ? അവിടെ അടുത്ത ദിവസം ചർച്ചയുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും സാധ്യതകളുണ്ടോ ആ നഷ്ടപ്പെട്ടവരുടെ തൊഴിൽ തിരിച്ചു കിട്ടാൻ? മനു, ഏറെക്കുറെ സമാനമായ സാഹചര്യമാണ് നമ്മൾ പറയുമ്പോൾ കൂടി ടാൽഡ്രോപ്പിലെ സാഹചര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അതിൽ ജീവനക്കാരെ കബളിപ്പിച്ചൊരു കമ്പനിയാണ്, മാനേജ്മെന്റുമാണുള്ളത്. ജീവനക്കാർക്ക് മാസങ്ങളോളം ശമ്പളം നൽകാതെ കബളിപ്പിച്ചതാണ് അവിടുത്തെ പ്രധാനമായ വിഷയം. എന്നിട്ട് അടച്ചുപൂട്ടുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ജീവനക്കാർ പ്രതിഷേധത്തിലേക്ക് മറ്റ് നിയമ നടപടികളിലേക്കും ഒക്കെ പോയത്. 6 മാസം മുതൽ 11 മാസം വരെ ശമ്പളം കിട്ടാത്ത ജീവനക്കാരുണ്ട്. അതിൽ ചിലർക്കൊക്കെ 1 ലക്ഷം രൂപ വരെ പൈസ കിട്ടാനുണ്ട്. അവരുടെ ഒരു രീതി, ഈ തട്ടിപ്പ് രീതി, പുതിയതായി റിക്രൂട്ട് ചെയ്യുന്ന ജീവനക്കാർക്ക് ആദ്യത്തെ മാസം ശമ്പളം കൊടുക്കും. അടുത്ത മാസത്തെ ശമ്പളം വൈകി തുടങ്ങും. പിന്നെ അത് കുറേശ്ശെ നീണ്ട് 3 മാസമൊക്കെ ആകുമ്പോൾ രണ്ടാമത്തെ മാസത്തെ ശമ്പളം കൊടുക്കും. പിന്നെയും മാസങ്ങളോളം വൈകും. അങ്ങനെ വൈകി വരുമ്പോൾ 4-5 മാസത്തെ ശമ്പളം ഇങ്ങനെ തുടർച്ചയായി കുടിശ്ശികയായി മാറുന്ന രീതിയാണ് അവരുടെ തന്ത്രം. തന്നെയുമല്ല, ഈ ജീവനക്കാരെ മാത്രമല്ല, ഈ കമ്പനിയിലേക്ക് വരുന്ന നിക്ഷേപകരെ, അതായത് ഇവർ ഒരു സ്റ്റാർട്ടപ്പുകൾക്ക് വളരാനുള്ള സൗകര്യം ഒരുക്കുന്നു. അങ്ങനെ സ്റ്റാർട്ടപ്പ് സംവിധാനവും ഇൻവെസ്റ്റർമാരായി വരുന്നവർക്ക് ഇവർ കമ്പനിയുമായി ചേർന്ന് ആ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ സ്റ്റാർട്ടപ്പ് വളർത്തി അത് നല്ല നിലയിലേക്ക് എത്തിക്കാൻ വേണ്ട സംവിധാനമൊക്കെ ഒരുക്കുമെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റർമാരെ ഇവർ കൂടെ കൂട്ടുന്നുണ്ട്. ആ പണം നിക്ഷേപിച്ച് വരുന്ന നിക്ഷേപകർ അവരും കുടുങ്ങിയിട്ടുണ്ട്. അവർക്ക് പണം കിട്ടാത്ത അവസ്ഥയാണ്, എവിടെയും എത്തിയിട്ടില്ല. അങ്ങനെ 2 രീതിയിലുള്ള തട്ടിപ്പാണ് ഈ ടാൽഡ്രോപ്പിൽ നടന്നിട്ടുള്ളത്. ജീവനക്കാരെ കബളിപ്പിച്ചു എന്ന് മാത്രമല്ല, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ ആകർഷകമായ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ഇവർക്കൊപ്പം ചേരുന്ന ചില നിക്ഷേപകരും കുടുക്കിലായിട്ടുണ്ട്. അങ്ങനെ തൃശ്ശൂർ ആളൂർ സ്വദേശിയായ ഒരു വിദേശ മലയാളി കൂടിയാണ്, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. ആ യുവാവിൻ്റെ ഈ കമ്പനിയിൽ ഇവർക്ക് നിക്ഷേപം നടത്തിയിട്ട് അദ്ദേഹത്തിന് സ്ഥലവും പണവും ഒക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട്. 4-5 കോടി വരെ നഷ്ടപ്പെട്ട ആളുകളുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നിക്ഷേപകരും ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ജീവനക്കാരുടെ വിഷയത്തിൽ തൊഴിൽ വകുപ്പ് ഇടപെടുന്നുണ്ട്. ലേബർ കമ്മീഷണർ നാളെ തിരുവനന്തപുരത്ത് ഈ ടാൽഡ്രോപ്പ് കമ്പനി വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നുണ്ട്. ജീവനക്കാരുടെ പ്രതിനിധികളും കമ്പനിയുടെ പ്രതിനിധികളും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും നാളെ നടക്കുന്ന ചർച്ചയിലാണ് ജീവനക്കാരുടെ ഒരു പ്രതീക്ഷ. അതിൽ ഈ കമ്പനി ഉടമകൾ നടത്തുന്ന തട്ടിപ്പ് പല രീതിയിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവനക്കാരെ കബളിപ്പിക്കുന്നതിൽ വേറൊരു തന്ത്രം കൂടിയുണ്ട്. ശമ്പളം കൊടുക്കാതെ വൈപ്പിക്കുന്നതെന്ന് മാത്രമല്ല, ഒരു ജീവനക്കാരനെ ടാൽഡ്രോപ്പ് കമ്പനിയുടെ പേരിൽ റിക്രൂട്ട് ചെയ്ത ശേഷം ഈ ടാൽഡ്രോപ്പ് കമ്പനി എന്ന ഒരു പ്രധാന കമ്പനിക്ക് കീഴിൽ നിരവധി പേപ്പർ കമ്പനികൾ വേറെയുണ്ട്. അത്തരത്തിലുള്ള ഷെൽ കമ്പനികളുടെ പേരിൽ ഇവരെ ജീവനക്കാരായി മാറ്റുകയാണ്. അപ്പോൾ ആദ്യം ടാൽഡ്രോപ്പ് കമ്പനിയുടെ പേരിൽ അപ്പോയിൻമെൻറ്റ് നൽകി നിയമിച്ച ശേഷം ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവനക്കാരിൽ ചിലരെയൊക്കെ വേറെ കമ്പനിയുടെ ഭാഗം, അതായത് ഇവർ ഓരോ സെക്ഷനിൽ ജോലി ചെയ്യുന്നവരെ ഓരോ കമ്പനികളുടെ കീഴിലാക്കി മാറ്റുന്ന രീതിയാണുള്ളത്. HR ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർ ഒരു കമ്പനിക്ക് കീഴിൽ, മറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ വേറൊരു കമ്പനിക്ക് കീഴിൽ, അങ്ങനെയൊക്കെ ആളുകളെ മാറ്റുന്നൊരു പതിവുണ്ട്. അപ്പോൾ ഇവരെ ഈ ടാൽഡ്രോപ്പ് കമ്പനിയിലല്ല, നാളെ മുതൽ നിങ്ങൾ മറ്റേ ഡിവിഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് വേറൊരു കമ്പനിയുടെ പേരിൽ, ഈ ആദ്യത്തെ കമ്പനിയുടെ പേരിലുള്ള കമ്പനിയിൽ ജോലി ചെയ്യുന്നതിൽ നിന്ന് മാറി മറ്റേതിലേക്ക് പോകുന്നു എന്നതിൻ്റെ പേരിൽ ആദ്യത്തെ കമ്പനിയുടെ പേരിൽ റിസൈൻ ലെറ്റർ എഴുതി വാങ്ങുന്നു. അങ്ങനെ രാജിക്കത്ത് എഴുതി വാങ്ങിയ ശേഷം പുതിയ കമ്പനിയുടെ പേരിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നൽകുന്നു. ഇതും ഇവരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് മാസങ്ങളായി കുടിശ്ശികയുണ്ടെന്ന് പറയുമ്പോൾ ഇവർ കുടിശ്ശിക കാണിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകിയ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ ഇടപെടാൻ സാധിക്കുക. അപ്പോൾ പഴയ കുടിശ്ശികയൊക്കെ ഇവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ലേബർ ഓഫീസിൽ നിന്ന് അറിയിച്ചത് ലേബർ കോർട്ടുമായി ബന്ധപ്പെടാനാണ്. എന്തായാലും ഈ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന പലർക്കും
നിയമപരമായി പണം ചെലവാക്കി ഇത്തരം വാദത്തിലേക്ക് കോടതിയിലേക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. മാസങ്ങളോളം ശമ്പളം കിട്ടാത്തത് കൊണ്ട് തന്നെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ മുന്നോട്ട് എങ്ങനെ പോകുമെന്നൊരു പ്രതിസന്ധി ഇവരെ സംബന്ധിച്ചുണ്ട്. ശരി, അതാണ് മുന്നോട്ട് ഇനി എന്താ എന്നതാണ് ആ തൊഴിലാളികളുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഒരു രാത്രി ഇരുണ്ട് വെളുത്ത ഓഫീസിലെത്തിയപ്പോൾ ഇതാ പറയുന്നു നിങ്ങൾക്ക് ജോലിയില്ല, ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന്. ഒരു സർക്കാരിന് മുമ്പിൽ സഹായത്തിന് കൈനീട്ടുമ്പോൾ സർക്കാർ കൈമലർത്തുകയാണ്. സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പറയുന്നു ഒരിടത്ത് തൊഴിൽ പോയാൽ മറ്റൊരിടത്ത് അവസരങ്ങൾ തുറക്കുമെന്ന്. ആ മനുഷ്യർ ഇനി എങ്ങോട്ട് പോകും? എവിടെയാണ് അവർക്ക് ആശ്രയം? ആ ചോദ്യമാണ് അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.